അപ്പൊ ഇന്ന് നമ്മള് മാർക്കോ മൂവിയിലെ പാട്ട് ജസ്റ്റ് ഒന്ന് പാടാൻ വേണ്ടി പോവാണല്ലേ. നമുക്ക് ഞാനിതൊന്നും കേട്ടില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് ഇപ്പൊ കേട്ടതേ ഉള്ളൂ. അപ്പൊ സോഹയ്ക്കാണെങ്കിൽ പിന്നെ തീരെ മലയാളം അറിയില്ല. അപ്പൊ സോഹ എങ്ങനെ പാടുന്നത് നോക്കാം, അതേപോലെ ഷിയ എങ്ങനെ പാടുന്നത് നോക്കാം അല്ലെ. ഷെസിൻ ഹി ഓൾസോ ഹിസ് ഹിയർ. ഷെസിൻ ഓൾസോ പാടും അല്ലേ. അപ്പൊ ഷെസിനും ഉണ്ട് ഇന്ന് നമ്മുടെ കൂടെ ഈ ഒരു ചാലഞ്ചിൽ. ഷെസിൻ പറയാണ് ഷെസിന് പാടാന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതെല്ലാവരും ഉണ്ട്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ എവിടുന്നാ സോഹ തുടങ്ങുന്നത്? സോഹയിൽ നിന്നല്ലേ? പിന്നെ ഷിയ. ഓക്കെ, അപ്പൊ ഷിയ അങ്ങ് പാടി തുടങ്ങുകയാണ്. നമ്മള് ഇതാ ബാക്കിൽ നിന്ന് കേൾക്കുന്നുണ്ട്. ഷിയ കുറച്ച് ഫ്രണ്ട് ചെയ്യുന്നോ? ക്യാമറ കുറച്ച് ഇതാക്കിക്കോളൂ. ഓക്കെ, പാടിക്കാം. ചോരക്കരയുടെ ചായം പുരളണം തീരെ പകയുടെ നെഞ്ചാണ്, കോടിക്കനലുകളൊന്നായി പകയണ് കത്തും കളിയുടെ കണ്ണാണ്. ഈ യുദ്ധഭൂമിയിൽ ഒറ്റയാന്റെ കഥീത് കൊമ്പ് കോർക്കുവാൻ ഭയന്ന പളരിത് വേട്ടയാടും എതിരിക്കു പൊളിരി മരണശിക്ഷ എഴുതി വെച്ച് കയ്യത് മാർക്കോ. ആണായി പിറന്നോന് ദൈവം പാതിശാത്താനെ പാരെ വിറക്കുന്നേ നിന്നെ കണ്ടാലേ മാർക്കോ. ഓക്കെ, അപ്പൊ ഷിയ പാടി. ഇനി പാടുന്നത് നമുക്ക് സോഹനെ കൊണ്ടൊന്ന് ട്രൈ ചെയ്താലോ. ഷെസിൻ വെയിറ്റ്. അപ്പൊ ഷെസിൻ ഇവിടെ കുരുത്തക്കേട് കാണിക്കട്ടെ. ആളാണെങ്കിൽ വീഡിയോ എടുക്കുമ്പോ നമ്മുടെ കൂടെ വരണം പറഞ്ഞ സോഹ പറഞ്ഞ സോഹ കുറച്ച് ഫ്രണ്ടിൽ. ഓക്കെ, ജസ്റ്റ് വെയിറ്റ്. നീ പാടുണ്ടോ? അതാ അവിടെ നോക്കിയേ, ഷെസിൻ പാടുണ്ടോ? സോഹ പാടിക്കോളൂ. സോഹയുടെ രീതി പാടട്ടാ. നോക്കിയേ സോഹ പാടുന്നു. പാട്, അത് പാടുന്നു. നോക്ക് എന്താന്ന്. ആണായി പിറന്നൂനേ ദൈവം പാതിശാത്താനെ പാരെ വിറക്കുന്നേ നിന്നെ കണ്ടാലേ. സോഹയും പാടി. സോഹയ്ക്കാണെങ്കില് സത്യം പറയാൻ മലയാളം ഒന്നും അറിയില്ല. ഇപ്പൊ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്തുകൊണ്ട് സോഹ അതിനെ കേട്ടങ്ങ് വായിച്ചു. ഓവറാക്കണ്ട. അപ്പൊ സോഹയുടെ കഴിഞ്ഞു. സോഹയ്ക്ക് ബാക്കിയുള്ളതൊന്നും അങ്ങനെ വായിക്കാൻ പറ്റില്ല അല്ലെ. ഇപ്പൊ ഞാൻ നോക്കട്ടെ. ചോരക്കറയുടെ ചായം പുരളണ തീരപ്പകയുടെ നെഞ്ചാണ്, കോടിക്കനലുകൾ ഒന്നായി പുകയണ കത്തും കളിയുടെ കണ്ണാണ്. ഈ യുദ്ധഭൂമിയിൽ ഒറ്റയാന്റെ കഥ ഇത് കൊമ്പ് കോർക്കുവാൻ ഭയന്ന പലരിത് വേട്ടയാടും എതിരിക പൊരില് മരണശിക്ഷ എഴുതി വെച്ച കഥ ഇത് മാർക്കോ. ആണായി പിറന്നോനെ ദൈവം പാതിശാത്താനെ പാരെ വിറക്കുന്നേ നിന്നെ കണ്ടാലേ മാർക്കോ. എനിക്കാണെങ്കിൽ ഇതിന്റെ ട്യൂണ് കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പൊ ഇതെങ്ങനെയുണ്ട് ഈ ഒരു ചലഞ്ച് പറഞ്ഞോ? അപ്പൊ നമ്മള് 3 പേരും പാടിയിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഷെസിനാണ്. ഷെസിന് പിന്നെ ഇതിനെ പറ്റിയൊന്നും അറിയില്ലല്ലോ, ചെറിയ കുഞ്ഞല്ലേ. അപ്പൊ നിങ്ങള് വീഡിയോ കണ്ടിട്ട് പറ എങ്ങനെയുണ്ടെന്ന്. ഇനി ഇതുപോലെയുള്ള ചലഞ്ച് വേണോ എന്നുള്ളത് നിങ്ങൾ പറയട്ടോ, അല്ലേ ഷിയ? അപ്പൊ ഞാൻ പറഞ്ഞേ, ഞങ്ങക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോ മോൻ എന്നോട് പറഞ്ഞതാണ് നമുക്ക് ഈ ഒരു ചലഞ്ച് ഒന്ന് ചെയ്താലോ എന്ന്. അപ്പൊ ഞാൻ ആളോട് പറഞ്ഞു ഈ പാട്ടൊന്ന് കേൾക്കട്ടെ. എനിക്ക് ഈ സിനിമനെ പറ്റിയൊന്നും എനിക്കറിയില്ല, ഞാനിത് കണ്ടിട്ട് പോലും ഇല്ല. അപ്പൊ ആള് പറഞ്ഞു ഉണ്ണി മുകുന്ദൻ അല്ലെ, ഉണ്ണി മുകുന്ദന്റെ മൂവിയാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇത് കേട്ടപ്പോ ഇത് വേറൊരു ചാനലിൽ നമ്മളൊരു വീഡിയോ കണ്ടു. അപ്പൊ അത് കണ്ടപ്പോ നമുക്ക് ഇതൊന്ന് ചെയ്ത് നോക്കാന്നുള്ളത്. അപ്പൊ അതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സോഹ പറയുമ്പോ കുറച്ച് വ്യത്യസ്തമായിരിക്കും. ആൾക്ക് മലയാളം കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലെ സോഹ? ഇൻഷാ അല്ലാഹ് നിങ്ങൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും അതേപോലെ തന്നെ ഷെയറും ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലെയുള്ള നമ്മുടെ ചാനൽ ആരെങ്കിലും പറ്റുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതുപോലെയുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ഒരു ജസ്റ്റ് പിടിക്കണോ? ഇത് നമ്മുടെ ഷെസിനാണ്. കണ്ടല്ലോ, ഷെസിന് ഇങ്ങനെ കരയുണ്ട്. ഷെസിനാ കണ്ടോ? ബൈ പറഞ്ഞോ, നമ്മള് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. പറഞ്ഞോ ഷെസിനൊരു പാട്ട് പാടിയേ. ഷെസിന് പാടിയേ. ഷെസിന്റെ ഒരു പാട്ടുണ്ട് കേട്ടോ. ഒരു നമ്മള് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വൈറലാവും. അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഇടാത്തത്. കാരണം ഒരു 3 മന്തില് ഷെസിന് 3 മന്ത് ആവുമ്പോൾ ഞാനൊരു പാട്ട് പാടി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു പാട്ട് ഷെസിന് ഇങ്ങനെ ഷെസിൻ്റെതായ രീതിയിൽ മൂളുന്നുണ്ട്. ചെറിയ ഒരു 3 മാസമുള്ള ഒരു കുഞ്ഞിനൊരിക്കലും പറ്റില്ല അങ്ങനെ പാടാൻ. അപ്പൊ ഷെസിന്റെ അങ്ങനെ ഒരു വീഡിയോ ഉണ്ട്, അതുകൂടി വേണമെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം. ഇൻഷാ അല്ലാഹ് ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, അപ്പൊ ബൈ പറഞ്ഞ വൈൻഡപ്പ് ചെയ്യാലോ അല്ലേ? അപ്പൊ അടുത്തൊരു പുതിയ ചലഞ്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരാം. അപ്പൊ ബൈ പറഞ്ഞു സഹ. ബൈ, സീ യു സൂൺ അല്ലേ? യെസ്, അപ്പൊ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.